ഹായ് എല്ലാവർക്കും പോളിടെക്നിക് ഗൈഡ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനും അതുപോലെ തന്നെ കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അറിയാം, എല്ലാവരുടെയും പ്രയാസം അറിയാം, സീറ്റും കാര്യങ്ങളും കിട്ടാത്ത ആളുകളുണ്ടായിരിക്കും. കിട്ടിയ കോളേജ് ഇഷ്ടപ്പെടാണ്ട് ഇനി ഇവിടുന്ന് മാറണം എന്നുള്ള മൈൻഡുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ സ്പോട്ട് അഡ്മിഷനാണ് ഇനി മുന്നിലുള്ള ഒരേ ഒരു വഴി. അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും കമൻറ്റുകൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളും വരിക, അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഡേറ്റ് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു, 11-ാം തീയതി എന്തായാലും നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സ്പോട്ട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, എന്തൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണുക. എല്ലാവിധ, അതായത് കുറച്ചൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്ന സാറുമാർക്ക് അധ്യാപകർക്കും കൂടെയുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് ഇതിൽ ചില പോയിന്റ്സുകൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്റ്റുഡൻസ് നിങ്ങളുടെ ഈ വക കാര്യങ്ങളൊക്കെ ഇന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഫീസിൻ്റെ കാര്യങ്ങളാണെങ്കിലും റിസർവേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് ബാധകമാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. അല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ. സ്പോട്ട് അഡ്മിഷൻ മീൻസ് കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കുന്ന കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സംസ്ഥാനത്തെ വിവിധ പോളിടെക്നിക് കോളേജുകളിലേക്ക് പ്രവേശനത്തിനുള്ള ജില്ലാതല കൗൺസിലിംഗ് 15/7/2025 മുതൽ 21/7/2025 വരെ അതത് ജില്ലകളിലെ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് നടത്തുന്നതാണ്. അത് അതത് ജില്ലകളിലെ നോഡൽ പോളിടെക്നിക് കോളേജ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിനായിട്ട് നമ്മുടെ ജില്ലയിൽ ഒരൊറ്റ പോളിടെക്നിക് കോളേജ്, എന്താ പറയുക, ഒരു മെയിനാണ് പറയില്ല, ആ ഒരു മെയിൻ പോളിടെക്നിക് കോളേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ആ ഒരു കൗൺസിലിങ്ങിൽ, അതായത് ആ നോഡൽ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർ 11/7/2025 മുതൽ 14/7/2025 വരെ അഡ്മിഷൻ വെബ്സൈറ്റിൽ, അതായത് നിങ്ങൾ റെഗുലർ അഡ്മിഷൻ എന്നുള്ള പോളി admission.org എന്നുള്ള സൈറ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ റെഗുലർ അഡ്മിഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കയറുന്നത്, അതായത് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ അലോട്ട്മെൻറ്റ് ആ ഏരിയയൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ പറയുന്ന കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. 11/7/2025 മുതൽ ആ ഒരു ലിങ്ക് അവിടെ വരും. അങ്ങനെ ആ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് മൊബൈൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറും ജനനത്തീയതിയും നൽകി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. കൗൺസിലിങ്ങിനായി പ്രത്യേകം രജിസ്റ്റർ ചെയ്യാത്തവരെ ജില്ലാതല കൗൺസിലിംഗിൽ അഡ്മിഷനിൽ പങ്കെടുപ്പിക്കുന്നില്ല. അതായത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഈ ജില്ലാതല കൗൺസിലിംഗിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതായത് കൗൺസിലിങ്ങിനായി പ്രത്യേകം രജിസ്റ്റർ ചെയ്യാത്തവരെ ജില്ലാതല കൗൺസിലിംഗ് അഡ്മിഷനിൽ പങ്കെടുപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഇതിൽ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും നിങ്ങൾ ഈ കൗൺസിലിംഗിൽ എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കും ജില്ലാതല കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് തീർന്നില്ലേ, നിങ്ങൾ സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾ ആ വൺ ടൈം രജിസ്ട്രേഷൻ സ്പോട്ട് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ ജനനത്തീയതിയും വൺ ടൈം നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള മെയിൻ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എന്തായാലും ചെയ്യാം. പിന്നത്തെ കാര്യം പറയുന്നത്, ഓരോ ജില്ലയിലെയും നോഡൽ പോളിടെക്നിക് കോളേജുകളിലെ പ്രിൻസിപ്പാൾ അതാത് ജില്ലയിലെ മറ്റ് സ്ഥാപന മേധാവികളുമായി കൂടിയാലോചിച്ച് 14/7/2025 വൈകിട്ട് 3 മണി വരെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്ത ലിസ്റ്റ് പ്രകാരമുള്ള റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതും ഇപ്രകാരം തയ്യാറാക്കിയ അഡ്മിഷൻ ഷെഡ്യൂൾ അതത് നോഡൽ പോളിടെക്നിക് കോളേജുകൾ തങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ വഴി 14/7/2025 വൈകിട്ട് 5 മണിക്ക് മുൻപായി അഡ്മിഷൻ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കേണ്ടതുമാണ്. അതായത് മീൻസ് ഇത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മെയിനായിട്ട് പറയുന്നത് ആ ഒരു ടൈമിംഗ്, അതായത് ഓരോ റാങ്ക് ലിസ്റ്റിനനുസരിച്ചിട്ട് ആളുകളെ നോഡൽ പോളിടെക്നിക് കോളേജ് ഈ ഒരു ഇതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കോളേജ് തലത്തിൽ ചെയ്യുന്ന കാര്യമാണ്, അത് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് എത്ര മുതൽ ഇത്ര റാങ്ക് വരെ അതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം അതിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് കോളേജിൽ ചെയ്യേണ്ട കാര്യം. അതായത് അത് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടും. ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇന്ന സമയത്താണ് വരേണ്ടത്, പിന്നത്തെ ആളുകൾ ഇന്ന സമയത്താണ് വരേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അത് കോളേജ് തലത്തിൽ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പോളിടെക്നിക് കോളേജ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഞാൻ ഇത് പറയുന്ന മെയിനായിട്ട് ഈ സാറന്മാർക്കും പ്രിൻസിപ്പൽമാർക്കും ഒരു നിർദ്ദേശം പോകുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുക, നിങ്ങൾ ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കാം.
പിന്നെ ഓരോ ദിവസവും ഹാജരാകുന്ന അപേക്ഷകരെ ഡേ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടതും നടപടിക്രമം പൂർത്തിയാക്കിയതിനു ശേഷം ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തേണ്ടതുമാണ്. അതായത് നിങ്ങൾ ഓരോ ദിവസം ഹാജരാകുന്ന അപേക്ഷകരെ ആ ഒരു ഡേ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യും. പിന്നെ ആ നടപടിക്രമം പൂർത്തിയാക്കിയതിനു ശേഷം എന്ത് ചെയ്യും, ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യും. സ്ഥാപനങ്ങളിൽ പ്രവേശന നടപടികൾക്കായി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനും ഓൺലൈനായി പ്രവേശനം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ അതാത് സ്ഥാപന മേധാവികൾ നടപ്പിലാക്കേണ്ടതാണ്. അതായത് ആ ഒരു കോളേജ് തലത്തിൽ അത് ചെയ്തു പോകും. നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും പരിശോധിക്കുക, ഓൺലൈനായിട്ടുള്ള പ്രവേശനം നൽകുക, അതൊക്കെ ആ കോളേജ് തലത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ലൈവ് ഡിസ്പ്ലേ മെനു വഴി വിവിധ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാണ്. അതായത് ലൈവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം സീറ്റുകൾ ഇനി അവിടെ ഫില്ലാവാനുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് ആ കോളേജിൽ എത്ര സീറ്റുകൾ ഉണ്ടെന്നുള്ള എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഈ അഡ്മിഷൻ പോർട്ടൽ വഴി നമുക്ക് എത്തിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. പിന്നെ കാര്യം എന്ന് പറയുന്നത് അപേക്ഷകൻ്റെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും അപേക്ഷാ സമർപ്പണ വേളയിൽ പരിശോധിക്കാൻ സാധിക്കാത്തതിനാൽ നേരിട്ടുള്ള പരിശോധനയിൽ അപേക്ഷകൻ്റെ ജാതി, വരുമാനം, മാർക്ക് എന്നിവയിൽ വ്യത്യാസം കാണുന്ന പക്ഷം അവയുടെ ആധികാരികത പരിശോധിച്ച് ഓൺലൈനായി തിരുത്തേണ്ടതും അത്തരം തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ അപേക്ഷ ഒരു കാരണവശാലും നിരസിക്കാൻ പാടില്ലാത്തതുമാകുന്നു. അപേക്ഷകൻ്റെ മാർക്ക്, ജനന തീയതി എന്നിവയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷകരുടെ സർട്ടിഫിക്കറ്റ് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഓൺലൈനായി അത് തിരുത്തേണ്ടതും റീ റാങ്കിങ് നടത്തി ലഭിക്കുന്ന പുതിയ റാങ്കിൻ്റെ ക്രമത്തിൽ അഡ്മിഷൻ നൽകേണ്ടതുമാണ്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിൽ, മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ജാതി, വരുമാനം, മാർക്ക് എന്നിവയിൽ വ്യത്യാസം കാണുന്ന വശം അതൊക്കെ അതിൻ്റെ ഇത് കറക്റ്റ് പരിശോധിച്ച് കോളേജ് തലത്തിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് കോളേജ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ആക്കി ചെയ്തു തരും. നമ്മുടെ സാറുമാർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്തു തരും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന മുകളിലുള്ള ഇപ്പോൾ ഈ ഒരു 6 മിനിറ്റ് വരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കുക, അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുമ്പോൾ ആദ്യം ജനറൽ കോട്ടയിലെ ഒഴിവുകൾ നികത്തേണ്ടത്. അതായത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു അഡ്മിഷൻ കൊടുക്കുമ്പോൾ ജനറൽ കോട്ടയിലെ സീറ്റുകളാണ് ആദ്യം നികത്തേണ്ടത്. ജനറൽ കോട്ടയിലുള്ള ഫുൾ സീറ്റുകൾ എത്ര ഉണ്ട്, ബാലൻസ് ഉണ്ട്, എത്ര ഫില്ലാവുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിലൊക്കെ കറക്റ്റായിട്ടുള്ള അഡ്മിഷൻ കൊടുത്തതിന് ശേഷം, അതായത് ജനറൽ കോട്ടയിലെ ഒഴിവുകൾ നികത്തിയതിന് ശേഷം മാത്രം മറ്റ് കോട്ടയിലേക്ക് കടക്കാൻ പാടില്ല. അതായത് ജനറൽ കോട്ടയിലെ സീറ്റുകൾ എന്ന് പറയുന്നത് തന്നെ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുൾപ്പെടെ എല്ലാ വിഭാഗർക്കും അർഹതപ്പെടുള്ളത്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ അവിടെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ സാറന്മാർക്ക് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അറിയുന്നുണ്ടായിരിക്കും. അവരിത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇതിലുള്ള പോയിന്റുകൾ വായിച്ചു വിടുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട പോയിന്റുകൾ മുകളിലുണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് നോക്കാം. ഇനി താഴത്തേക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പരിശോധനയിൽ ജാതി തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ രജിസ്ട്രേഷൻ ഫീസിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും ബാക്കി തുക ട്രഷറി വഴി നേരിട്ടടച്ച് അത് ഈ ഓഫീസിൽ അറിയിക്കേണ്ടതും അപേക്ഷയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയതിനു ശേഷം അഡ്മിഷൻ നൽകാവുന്നതാണ്. അതായത് നിങ്ങൾ ജാതി എന്തെങ്കിലും തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീസ് കുറച്ചടച്ചാൽ മതി. മറ്റേ അഡ്മിഷൻ ഫീസ്, മറ്റേ അപ്ലിക്കേഷൻ ഫീസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജാതി ഇന്നതാണെന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ പൈസ കൂടെ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ കുറവ് അടയ്ക്കേണ്ടടുത്ത് നിങ്ങൾ ഇങ്ങനെ അങ്ങ് കാണിച്ചടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കൂടുതൽ അടച്ചിട്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങൾ പുതുക്കേണ്ടി വരും. പിന്നെ ഓരോ ദിവസവും അഡ്മിഷൻ ആരംഭിക്കുന്നതിന് മുൻപായി അഡ്മിഷൻ സോഫ്റ്റ്വെയറിൽ ലഭ്യമായിരിക്കുന്ന സീറ്റിംഗ് അലോക്കേഷനും നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകളും ശരിയാണെന്ന് പരിശോധന വ്യത്യാസം ഉണ്ടെങ്കിൽ ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. അതൊക്കെ മീൻസ് കോളേജ് തലത്തിൽ ആ ഒരു ഓഫീസ് തലത്തിൽ പോകേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ കാണുന്നതിൽ ചിലപ്പോൾ സീറ്റ് ഇത്ര സീറ്റ് ഉണ്ട്, അത് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ഒരു ഇതിൽ കൂടെ കൊടുക്കുന്നത്. പിന്നെ കൗൺസിലിംഗ് നടക്കുന്നതിനിടയിൽ പുതിയതായി ഉണ്ടാകുന്ന ഒഴിവുകൾ, മറ്റു ജില്ലകളിലെ കൗൺസിലിംഗ് വഴി ഉണ്ടാകുന്ന ഒഴിവുകൾ അർഹതപ്പെട്ട റാങ്കുകാർക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. അർഹതപ്പെട്ടവരുടെ അഭാവത്തിൽ അവ നൽകാൻ പാടില്ലാത്തതും തൊട്ടടുത്ത സ്പോട്ട് അഡ്മിഷനിലേക്ക് മാറ്റി വെക്കേണ്ടതുമാണ്. അത്തരം ഒഴിവുകൾ പൊതുവെ ബ്ലോക്ക്ഡ് പൊസിഷനിലായിരിക്കും. അതൊക്കെ കോളേജ് തലത്തിൽ പോകുന്നത്. അതായത് നിങ്ങളുടെ സീറ്റ് ഒരിക്കലും പോവില്ല എന്നാണ് ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അർഹതപ്പെട്ട സീറ്റുകളോ കാര്യങ്ങളൊന്നും മറ്റു രീതിയിലൊന്നും പോവില്ല. അതൊക്കെ കറക്റ്റായിട്ട് നമ്മളിലേക്ക് തന്നെ എത്തും. അപ്പോൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക പ്രൊസീജിയർ എല്ലാം കാര്യങ്ങളും നമ്മുടെ കോളേജ് തലത്തിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് നിങ്ങളുടെ സംവരണ ആനുകൂല്യത്തിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കൗൺസിലിംഗ് വഴി അതിലേക്കുള്ള ആൾ വന്നില്ലെങ്കിലും അത് കോളേജ് തലത്തിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ പോലും നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അപ്പോൾ നിങ്ങളെന്തായാലും കൗൺസിലിംഗ് കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷൻ എന്തായാലും നിങ്ങളെന്തായാലും പങ്കെടുക്കണം. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
അഡ്മിഷൻ നൽകുന്നതിന് മുൻപ് അപേക്ഷകന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ച് അഡ്മിഷൻ യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കൗൺസിലിംഗിന് മുൻപുള്ള അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് പുതിയതായി അഡ്മിഷൻ നൽകുമ്പോൾ അവരുടെ പഴയ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്. അത്തരം അപേക്ഷകർ കൗൺസിലിംഗിൽ പുതിയ അഡ്മിഷൻ എടുക്കുകയും പിന്നീട് അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന അഡ്മിഷൻ തിരികെ ലഭിക്കുന്നതല്ല. അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് പണ്ട് ഇപ്പോൾ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടി നിൽക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇത് പ്രത്യേകമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ പഴയ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ കിട്ടിയ അഡ്മിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഴയത് നിങ്ങൾക്ക് പോവും, പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ആലോചിച്ചിട്ട് ചെയ്യുക. എനിക്ക് ആ സീറ്റ് വേണ്ട, ഇപ്പോൾ ഈ കിട്ടിയ സീറ്റ് മതി നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഴയ സീറ്റ് പോകും, പിന്നെ നിങ്ങൾക്ക് ഈ നിലവിലുള്ള ഈ സീറ്റ് മാത്രമേ ഉണ്ടായിരിക്കും. ഇത് ഈ പറയുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും കഴിഞ്ഞ് മാറണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശമാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുള്ളത് പോവും, ഇപ്പോൾ ഈ കിട്ടിയ സീറ്റ് മാത്രമേ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കാത്ത അവകാശങ്ങൾ പ്രവേശന സമയത്ത് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപേക്ഷാ ഫോറത്തിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രവേശന സമയത്ത് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പിന്നെ അപേക്ഷാ ഫോറത്തിൽ നൽകിയിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം ഒരേപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇവ തമ്മിൽ നേരിയ വ്യത്യാസമുണ്ടെന്ന കാരണത്താൽ അപേക്ഷ നിരാകരിക്കരുത്. ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിരാകരിക്കരുത്. ഇതിൻ്റെ കാര്യത്തിൽ, വരുമാനത്തിൻ്റെ കാര്യത്തിൽ പ്രവേശന സമയത്ത് ഫീസ് ഇ-പോസ് മിഷൻ വഴി സ്വീകരിക്കേണ്ടതാണ്. അതായത് ഇ-പോസ് മിഷൻ വഴി നിങ്ങളുടെ ഫീസ് കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നതാണ്. അപേക്ഷാ ഫോറത്തിൽ രേഖപ്പെടുത്തിയുള്ള യോഗ്യത, ജാതി, വരുമാനം, EWS, ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പ്രവേശനം നേടുന്ന തീയതി വരെ ലഭിച്ചിട്ടുള്ള പരിഗണിക്കണം. അതായത് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതാണ്. എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കേണ്ടതും അവരുടെ സംശയങ്ങൾക്ക് കൃത്യമായ വിശദീകരണം നൽകേണ്ടതുമാണ്. പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവ ഓഫീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം മറുപടി നൽകിയാൽ മതി. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ കോളേജ് തലത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ അഡ്മിഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന എല്ലാ ജീവനക്കാരും നിർബന്ധമായും അതൊക്കെ ആ ഒരു കോളേജ് തലത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകം കൊടുക്കുന്ന ഒരു നിർദ്ദേശങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷനായിട്ട് ഈ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിന് എടുക്കുന്ന കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ലിങ്കിൽ കയറി എന്തായാലും രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾ കൗൺസിൽ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന സമയക്രമത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കോളേജിൽ പോയിട്ട് നിങ്ങളുടെ റാങ്കിനനുസരിച്ച്, ഇപ്പോൾ ഒരു റാങ്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ 8:30 മണി മുതൽ 9 മണി വരെ 1 മുതൽ 1000 റാങ്ക് വരെ, 9 മണി മുതൽ 9:30 വരെ 1000 മുതൽ 2000 റാങ്ക് വരെ, അങ്ങനെ ആ ഒരു ടൈം പീരീഡിൽ ഇത്ര റാങ്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്ര അഡ്മിഷൻ്റെ ഇതെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കും. നിങ്ങൾ ആ സമയത്ത് ചെല്ലുക, നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പാക്കുക. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രൊസീജിയർ നടക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരമാവധി സത്യസന്ധമായ രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു ചാനൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.